തയ്യും. ഫഅഖ്ലഫ്തും മൗഇദി, അങ്ങനെ അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങാൻ അല്ലെങ്കിൽ പിന്നെ ഭവിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചു. അതിനാൽ അഖ്ലഫ്തും മൗഇദി, അഖ്ലഫ്തും നിങ്ങൾ ലംഘിച്ചു, അതിനാൽ നിങ്ങൾ ലംഘിച്ചു മൗഇദി. മൗഇദി എന്ന് പറഞ്ഞാൽ എന്താ? എന്നോടുള്ള നിങ്ങളുടെ കരാർ, ഉടമ്പടി, നിങ്ങളുടെ കരാർ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോകുമ്പോൾ ഇവരോട് കരാർ വാങ്ങിയിട്ടുണ്ട്. എന്താ കരാർ? ഞങ്ങൾ മൂസ നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ ജീവിക്കും, നിങ്ങളെന്താണോ പഠിപ്പിച്ചത് അത് തന്നെയാണ് ഞങ്ങളുടെ ആദർശം, നിങ്ങൾ പോയിക്കോളി, ഞങ്ങൾ ഇവിടെ നേർമാർഗത്തിൽ കഴിയും. അതായിരുന്നു അവരുടെ വാഗ്ദാനം. പക്ഷെ ആ വാഗ്ദാനത്തെ അവർ ലംഘിച്ചിട്ട് എന്ത് ചെയ്തു? അവർ സാമരിയെ അനുസരിച്ച് വഴികേടിലായി. അതാണ് ഇവിടെ ഫഅഖ്ലഫ്തും മൗഇദി എന്ന് പറഞ്ഞത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നന്നായി കോപിച്ചു, നന്നായി വിഷമിച്ചു എന്ന് പറയാണ്. ആ വിഷമിച്ചതിൻ്റെ പ്രകടനം എങ്ങനെ? അത് ഒരു ഭാഗമാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് അത് പ്രകടിപ്പിച്ചത്? അലം യഅിദുകും റബ്ബുകും വഅദൻ ഹസനൻ അഫതഅല അലൈക്കുമുൽ അഹദ് അം അറത്തും അൻ യഹില്ല അലൈക്കും ഗദബും മിർ റബ്ബിക്കും ഫഅഖ്ലഫ്തും മൗഇദി. അതായത് വിഷമിച്ചു, ദുഃഖിച്ചു. ആ വിഷമവും ദുഃഖവും എങ്ങനെ തീർത്തു, എങ്ങനെ പ്രകടിപ്പിച്ചു? അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ പറഞ്ഞത്. വേറൊരു ഭാഗം പറഞ്ഞത് വേറെയുണ്ട്. അതിൻ്റെ പ്രകടനം എങ്ങനെ? വ അൽഖൽ അൽവാഹ. മൂസ വരുമ്പോൾ എന്തുണ്ട്? കൂടെ അൽവാഹുണ്ട്, ലൗഹകളുണ്ട്. അത് എറിഞ്ഞു എന്ന് മാത്രമല്ല, അത് ഉടഞ്ഞും ചെയ്തു. ഉടഞ്ഞു പൊട്ടി എന്നാണ് ഹദീസിൽ, അങ്ങനെ ഉണ്ട്. പിന്നെ വ അഖദ ബി റഅസി അഖീഹി എന്നാണ്. ഹാറൂൻ അവിടെ ഉണ്ടല്ലോ, ഹാറൂൻ്റെ തലക്കിൽ പിടിച്ചു. തലക്ക് പിടിച്ചിട്ട് യജുറുഹു ഇലൈഹി എന്നാണ്. ഹാറൂനെ പോയി പിടിച്ചു എന്ന് മാത്രമല്ല, തലക്കാ പിടിച്ചത്. ആ പിടിച്ചത് എങ്ങനെ? സൂറത്ത് ആഹയിൽ നമുക്ക് വരും. ഹാറൂ പറയുന്നുണ്ട്, ലാ തഖുദ് ബി റഅസി വ ലഹിയതി, എൻ്റെ താടിയും തലയും പിടിക്കല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ താടിയും തലയും കൂടി കൂട്ടിയാണ് പിടിച്ചത് ഹാറൂനെ, എന്നിട്ടാണ് പിടിച്ച് വലിച്ചത്. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷമവും ദേഷ്യവും അതെങ്ങനെ പ്രകടിപ്പിച്ചു? ഇങ്ങനെ സംസാരിച്ചുകൊണ്ട്, പിന്നെ കയ്യിലുള്ള ഏട് എറിഞ്ഞുകൊണ്ട്, പിന്നെ ഹാറൂനെ ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ട്. അത് ആ വലിയ ശക്താണ്. അതൊന്ന് പിടി അയക്കാനും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് അയ്യാനും ഹാറൂൻ്റെ വാക്ക് യബ്ന ലാ തുആഖിദ്നി അല്ല യബ്ന ഇന്നൽ ഖൗമ സ്തദഅഫൂനി വകാദു യഖ്തുലൂനനി ഫലാ തുശ്മിത് ബിയൽ അഅദാ. ഹാറൂനെ പിടിച്ച് വലിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ പിന്നെ ഹാറൂൻ പറയാണ് യബ്ന എന്താ യബ്ന എന്ന് പറഞ്ഞാൽ? ഉമ്മനെ പറഞ്ഞിട്ടുള്ള നമ്മളെ സഹോദരനാണ്. ഹാറൂനും മൂസയും വാപ്പി ഇമ്മയൊത്ത സഹോദരനാണ്. അപ്പോൾ അഹീ എന്നല്ല പറഞ്ഞത്, യബ്ന എന്നാ പറഞ്ഞത്. കാരണം ഉമ്മനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മനെ ഓർത്തിട്ടെങ്കിലും പെട്ടെന്ന് ഒന്ന് വിടട്ടെ എന്നുള്ള നിലക്ക് യബ്ന ഇന്നൽ ഖൗമ സ്തദഅഫൂനി, ഇവരെന്നെ വളരെ ദുർബലമായി കണ്ടു. ഞാൻ പറഞ്ഞത് മുഖവിലൊക്കെ എടുത്തില്ല എന്നർത്ഥം. വകാദു യഖ്തുലൂനനി, അവരെന്നെ കൊല്ലാറായി. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ ദേഷ്യത്തിൻ്റെയും വിഷമത്തിൻ്റെയും പ്രകടനം അത് പല നിലക്കാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, മൂസയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് എന്ത്? ഈ വാക്ക് അലം യഅിദുകും റബ്ബുകും വഅദൻ ഹസനൻ എന്ന് തുടങ്ങിയിട്ടുള്ള വാക്ക്. പിന്നെ ഹാറൂനെ ചെയ്തത്, പിന്നെ ഈ അൽവാഹ് എറിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുന്നുണ്ട് ഒരു ഹദീസിൽ, ലൈസൽ ഖബറു കൽ മുആയന. ഇതൊരു ഹദീസ് തിരുമൊഴിയാണ്. ലൈസൽ ഖബറു കൽ മുആയന. എന്താ ഇതിൻ്റെ അർത്ഥം? മുആയന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കണ്ണോട്ട് കാണുക. ഖബർ എന്ന് പറഞ്ഞാൽ പ്രസ്താവന. ലൈസൽ ഖബറു പ്രസ്താവനയല്ല, കൽ മുആയന. മുആയന എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ, കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അല്ല പ്രസ്താവന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്താ പറയുന്നത് അറിയോ? പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞില്ലേ, ഇന്നാ ഖദ് ഫതന്നാ ഖൗമക മിൻ ബഅദിക വഅദല്ലഹുമുസ് സാമിരി. അദല്ലഹുമുസ് സാമിരി എന്ന് പറഞ്ഞപ്പോൾ മൂസാന്റെ കയ്യിൽ എന്തുണ്ട്? അൽവാഹുണ്ട്. ഈ അൽവാഹ് ഉണ്ടല്ലോ, തൗറാത്തിന്റെ ഏടുകൾ മൂസാന്റെ കയ്യിലുണ്ട്. അള്ളാഹു ഇത് പറഞ്ഞപ്പോൾ അദല്ലഹുമുസ് സാമിരി എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ മൂസ തെറിഞ്ഞിട്ടില്ല, ഇത്ര ദേഷ്യത്തിലും ആയിട്ടില്ല. എപ്പോഴാണ് എറിഞ്ഞത്? അള്ളാഹു ആ പറഞ്ഞത് ഇവിടെ നിന്നിട്ട് കണ്ടപ്പോൾ. അപ്പം വായന ഉണ്ടായപ്പോഴാണ് കൂടുതൽ എന്തായത്?
വികാരം ഉണ്ടായത്, അതിൻ്റെ പ്രകടനം ഉണ്ടായത്. ഇത് എറിഞ്ഞു. എന്നിട്ട് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിവരം പറഞ്ഞപ്പോൾ, അള്ളാഹുമു സാമിരി എന്ന് പറഞ്ഞപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ലം യുൽഖിൽ അൽവാഹ്, ഏടുകൾ എറിഞ്ഞില്ല. പക്ഷേ ഫലമ്മ ആയനഹും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അൽഖൽ അൽവാഹ്, ഏടുകൾ എറിഞ്ഞു. ഫൻകസറത്ത്, അത് ഉടഞ്ഞു എന്നാണ്. എന്താ ഈ ഉടഞ്ഞത്? തൗറാത്ത് എഴുതിയ പലകകളാണ്. മനസ്സിലായി? അപ്പം അത് പറയാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത് ഈ പ്രസ്താവന നടത്തിയത്. ലൈസൽ ഖബറു കൽ മുആയന എന്നുള്ളത്. സൂറത്ത് കഹ്ഫിൽ പറഞ്ഞില്ലേ, ലവി തലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറൻ വല മുലിഅത മിൻഹും റുഅബ. എന്തിനാ പറഞ്ഞേ? ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ആരോടെ പറഞ്ഞ്? ലവി തലഅത അലൈഹിം ലവല്ലൈത മിൻഹും, ലവി തലഅത അലൈഹിം, അവരെ നിങ്ങൾ എത്തി നോക്കിയിരുന്നുവെങ്കിൽ, ലവല്ലൈത മിൻഹും ഫിറാറ, നിങ്ങൾ അവരിൽ നിന്ന് ഓടുമായിരുന്നു. വല മുലിഅത മിൻഹും റുഅബൻ, നിങ്ങളുടെ ഉള്ളിൽ ഭീതി നിറക്കപ്പെടുമായിരുന്നു പറഞ്ഞു. ആരെക്കുറിച്ചാണ് പറഞ്ഞേ? ഗുഹാവാസികളെ കുറിച്ച്. ഗുഹാവാസികളുടെ സംഭവം അന്ന് കഴിഞ്ഞതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ, പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഈ പ്രസ്താവന അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ത് ചെയ്യുന്നില്ല? യേശുവില്ല. പക്ഷെ അള്ളാഹു പറയുന്നത്, നിങ്ങളത് കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ പേടിച്ച് ഓടുമായിരുന്നു, ഉള്ളിൽ ഭീതിയാൽ നിറക്കപ്പെടുമായിരുന്നു എന്ന് പറയണം. അതാണ് പ്രസ്താവന, അതൊന്ന് വേറെ, മുആയന അതൊന്ന് വേറെ. ഒരു കാര്യം നമ്മൾ പ്രസ്താവന കേൾക്കുന്നത് പോലെയല്ല കാര്യം നമ്മൾ കാണുന്നത്. കാണുമ്പോൾ എന്താ? കാണുമ്പോൾ നമ്മളുടേത് മട്ട് മാറും, അവസ്ഥ മാറും എന്നുള്ളതാണ്. ഇവിടെ നോക്കിയേ, അദല്ലഹുമു സാമിരി എന്ന് കേട്ടപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരു ഇതില്ല, കേട്ടു. പക്ഷെ ഇത് വന്ന് കണ്ടപ്പോൾ കണ്ടാ, ഇത് എറിയലും കഴിഞ്ഞു, ഉടക്കലും കഴിഞ്ഞു. പിന്നെ അവരോട് ഇങ്ങനെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു. അവരുടെ മേൽനോട്ടുണ്ടായിരുന്ന ഹാറൂനെ ഇങ്ങനെയൊക്കെ പിടിച്ച് പെരുമാറും ചെയ്ത്. അതാണ് ഇവിടെ പിന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ വിഷയത്തെ പുരസ്കരിച്ച് പറയേണ്ടായത്.